കാർഷിക വാർത്തകൾ. തിരിച്ചുവരവറിയിച്ച് വെളിച്ചെണ്ണ വിപണി. മികച്ചിനം ജാതിക്കായ്ക്ക് ആവശ്യക്കാരേറുന്നു. വീണ്ടും കുരുമുളക് തേടി വെള്ളക്കാർ. കൊച്ചി വിപണിയിൽ വെളിച്ചെണ്ണ വില ക്വിൻ്റലിന് 36,600 രൂപയിൽ നിന്നും 36,800 കയറി. ഇവിടെ കൊപ്ര വില 100 രൂപ ഉയർന്നപ്പോൾ കാങ്കയത്ത് 500 രൂപ വർദ്ധിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലും കൊപ്ര വില ഉയരുന്നത് കണക്കിലെടുത്താൽ മുന്നിലുള്ള 10 ദിവസം ശക്തമായ മുന്നേറ്റത്തിന് നാളികേരോൽപ്പന്നങ്ങൾ നീക്കം നടത്താം. ഉത്തരേന്ത്യൻ വ്യവസായികൾക്കൊപ്പം എക്സ്പോർട്ടർമാരും ഏറ്റവും മികച്ച ഇനം ജാതിക്കയിൽ പിടിമുറുക്കി. വലിപ്പം കൂടിയ ഇനങ്ങൾക്ക് ആകർഷകമായ വില അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഹൈറേഞ്ച് ജാതിക്ക പരിപ്പ് കിലോ 620 രൂപയിലും ജാതിക്ക തൊണ്ടൻ 350 രൂപയിലും കച്ചവടങ്ങൾ പുരോഗമിക്കുന്നു. ഇറക്കുമതി ചുരുങ്ങിയതും നാടൻ ചരക്കിന്റെ ലഭ്യതക്കുറവും വിലക്കയറ്റം കൂടുതൽ ശക്തമാക്കാൻ ഇടയുണ്ട്. മധ്യകേരളത്തിൽ ജാതിക്ക തൊണ്ടൻ കിലോ 300 രൂപയിലും ജാതിപ്പരിപ്പ് 600 രൂപയിലുമാണ് ഇടപാടുകൾ പുരോഗമിക്കുന്നത്. വെള്ളക്കുരുമുളക് ശേഖരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളും US-ഉം രാജ്യാന്തര വിപണിയിൽ. അന്താരാഷ്ട്ര തലത്തിലെ ലഭ്യതക്കുറവ് കണക്കിലെടുത്ത് കയറ്റുമതി രാജ്യങ്ങൾ ഉയർന്ന വിലയാണ് വൈറ്റ് പെപ്പറിന് ആവശ്യപ്പെടുന്നത്. ബ്രസീൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം ബ്രസീലിൽ വെള്ളക്കുരുമുളക് ഉൽപാദനം കുറഞ്ഞു. മലേഷ്യൻ കയറ്റുമതിക്കാർ ടണ്ണിന് $12,800 ചരക്കിന് ആവശ്യപ്പെടുന്നത്. ഇന്തോനേഷ്യ $10,150, വിയറ്റ്നാം $8,950 കൊട്ടേഷൻ ഇറക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൃഗാരോഗ്യ സംരക്ഷണത്തിൽ നിർണായക നീക്കം. ദേശീയ വെറ്റിനറി ബ്ലഡ് ബാങ്ക് പരിഗണനയിൽ. കന്നുകാലി കർഷകർക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് മൃഗങ്ങളുടെ രക്തദാനം സംബന്ധിച്ച് ഇന്ത്യ അവതരിപ്പിച്ച സമഗ്ര മാർഗനിർദ്ദേശങ്ങൾ. രക്ത ടൈപ്പിംഗും ക്രോസ് മാച്ചിങ്ങും നിർബന്ധമാക്കുന്നു. ആരോഗ്യ വാക്സിനേഷൻ ആവശ്യകതകൾ ഉൾപ്പെടെയുള്ള ദാതാക്കളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നു. രക്തദാനത്തിൽ ദാതാവിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ രേഖകൾ, ജൈവസുരക്ഷയ്ക്ക് അനുസൃതമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംസ്ഥാന നിയന്ത്രിത വെറ്റിനറി രക്തബാങ്കുകൾ സ്ഥാപിക്കൽ, രോഗസാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിനായി വൺ ഹെൽത്ത് മാർഗനിർദ്ദേശങ്ങളുടെ സംയോജനം, ദാതാവിന്റെ രജിസ്ട്രേഷനും രക്തദാന റിപ്പോർട്ടിംഗിനുമുള്ള സ്റ്റാൻഡേർഡ് നടപടിക്രമങ്ങൾ എന്നിവ പ്രധാന വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ രജിസ്ട്രികൾ, തത്സമയ ഇൻവെന്ററി ട്രാക്കിംഗ്, അടിയന്തര ഹെൽപ്പ് ലൈൻ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ദേശീയ വെറ്റിനറി രക്തബാങ്ക് ശൃംഖലയ്ക്കുള്ള പദ്ധതികൾ ചട്ടക്കൂടിൽ പരാമർശിക്കുന്നുണ്ട്. വെറ്റിനറി വിദ്യാഭ്യാസ പരിപാടികളിൽ പരിശീലന മൊഡ്യൂളുകൾ ഉൾപ്പെടുത്തും. മൃഗങ്ങളിലെ പരിക്കുകൾ, കഠിനമായ വളർച്ച, ശസ്ത്രക്രിയ, രക്തനഷ്ടം, പകർച്ചവ്യാധികൾ, രക്തസ്രാവ വൈകല്യങ്ങൾ എന്നിവ ചികിത്സിക്കുന്നതിന് രക്തപകർച്ച ആഗോളതലത്തിൽ അത്യാവശ്യമാണെന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കരിമ്പ് ഉൽപ്പാദനത്തിൽ മികച്ച സാധ്യതകളുണ്ടെന്ന് ഭക്ഷ്യ സെക്രട്ടറി. പഞ്ചസാര കയറ്റുമതി കോട്ടയുടെ കാര്യത്തിൽ മില്ലുകൾ സമവായത്തിലെത്തണമെന്നും നിർദ്ദേശം. കരിമ്പ് വിളയുടെ സാധ്യതകൾ മികച്ചതാണെന്ന് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്രയുടെ അഭിപ്രായം. സ്വന്തമായി കയറ്റുമതി സൗകര്യങ്ങളും സജ്ജീകരണങ്ങളുമുള്ള മില്ലുകൾക്ക് മാത്രമായി കയറ്റുമതി കോട്ട അനുവദിക്കണമെന്നാണ് മില്ലുകളുടെ ആവശ്യം. ഇതിൽ സമവായത്തിലെത്തണമെന്നാണ് ഭക്ഷ്യ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ മില്ലുകൾക്കിടയിൽ ആനുപാതികമായി വിതരണം ചെയ്യുന്ന ക്വാട്ടയിലൂടെയാണ് കയറ്റുമതി അളവ് സർക്കാർ നിയന്ത്രിക്കുന്നത്. മുൻകാല ഉൽപ്പാദനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സംവിധാനം നടപ്പിലാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കയറ്റുമതി ചെയ്യാത്ത മില്ലുകളുടെ ക്വാട്ടകൾ മറ്റ് മില്ലുകാർക്ക് വിൽക്കാൻ സാധിക്കും. പക്ഷേ സ്റ്റോക്ക് സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നുവെന്നാണ് വിലയിരുത്തൽ. ഇത്തവണത്തെ പഞ്ചസാര ഉൽപ്പാദനം മികച്ചതാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റെഡ് ടൈഡ് പ്രതിഭാസം വില്ലനായി. കേരള തീരത്ത് മത്സ്യലഭ്യത കുറയുന്നു. കേരള തീരത്തെ റെഡ് ടൈഡ് പ്രതിഭാസം മത്സ്യലഭ്യതയെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയതായാണ് മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ളവരുടെ അഭിപ്രായം. കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകളുടെ തീരങ്ങളിലാണ് ചുവപ്പ് കടൽ പ്രതിഭാസം കൂടുതലായിട്ടുള്ളത്. കിളിമീനിന്റെയും കണവയുടെയും ലഭ്യതയാണ് പ്രധാനമായും കുറഞ്ഞത്. ട്രോളിംഗ് കഴിഞ്ഞിട്ടും പല ബോട്ടുകൾക്കും കാര്യമായി മീനില്ലാത്ത അവസ്ഥയാണ്. എറണാകുളം ജില്ലയിലെ പല തീരപ്രദേശങ്ങളിലും കഴിഞ്ഞ വർഷം ലഭിച്ചതിന്റെ പകുതി മത്സ്യമേ നിലവിൽ ലഭിക്കുന്നുള്ളൂവെന്നാണ് വിലയിരുത്തൽ. മത്തി കിട്ടാക്കനിയായി മാറുകയാണെന്നാണ് മറ്റൊരു വസ്തുത. നോക്തിലൂക്ക എന്ന ചുവപ്പ് മൈക്രോ ആൽഗകളുടെ വ്യാപനമാണ് സമുദ്രജലം ചുവക്കാൻ കാരണം. ശക്തമായ മഴ മൂലമുള്ള നീരൊഴുക്കിൽ സമുദ്രജലത്തിലെ ലവണാംശം കൂടിയതും ഇത് വ്യാപിക്കാൻ കാരണമായിട്ടുണ്ട്. റെഡ് ടൈഡ് പ്രതിഭാസത്തിൽ ഓക്സിജൻ കുറയുന്നതാണ് മത്സ്യങ്ങളുടെ പലായനത്തിന് കാരണമാകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അനിശ്ചിതത്വത്തിൽ താമരകൃഷി. വിപണിയിലെ ചാഞ്ചാട്ടം കർഷകരെ വലയ്ക്കുന്നു. കേരളത്തിന്റെ വയലോരങ്ങളിൽ താമരകൃഷി സജീവമാണ്. പൂജാപുഷ്പം കൂടിയായതിനാൽ ക്ഷേത്രാവശ്യങ്ങൾക്ക് നിത്യേന ആവശ്യക്കാരുമുണ്ട്. പക്ഷെ വിലയിലെ ചാഞ്ചാട്ടം കർഷകർക്ക് താങ്ങാവുന്നതല്ല. ചില സമയങ്ങളിൽ മുട്ടിന് 12 രൂപ വരെ കിട്ടും. 1 രൂപയിലേക്ക് ഇടിയാറുമുണ്ട്. 5 രൂപയാണ് നിലവിൽ കർഷകർക്ക് കിട്ടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ വിപണിയിലേക്കാണ് കൂടുതൽ വിറ്റുപോകുന്നത്.
വിലയിലെ അസ്ഥിരതയിൽ സർക്കാർ ധനസഹായം ഉറപ്പാക്കാനും കർഷകർക്കാവാത്ത സാഹചര്യമാണുള്ളത്. താമര കൃഷിയെ കൃഷിയായി അംഗീകരിച്ചിട്ടില്ലെന്നതാണ് സർക്കാർ ധനസഹായം ലഭിക്കാത്തതിന് കാരണം. അമിതമഴയിൽ ഇത്തവണ പല കർഷകർക്കും കനത്ത നഷ്ടമുണ്ടായിട്ടുണ്ട്. തണ്ടുചീയലാണ് പ്രധാനമായും ബാധിച്ചത്. കർഷകർക്ക് ലഭിക്കുന്ന ഒരു പരിരക്ഷയും ലഭിക്കാത്തത് വൻ സാമ്പത്തിക ബാധ്യതയിലേക്കാണ് താമര കർഷകരെ എത്തിക്കുന്നത്. താമരവള്ളി നട്ടുപിടിപ്പിച്ചാൽ 3 മാസം കാത്തിരിക്കണം. വളർന്നു മൊട്ടിട്ടു തുടങ്ങിയാൽ പരമാവധി 5 മാസം വരെ പൂ പറിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 189, RSS 5 186, ലാറ്റക്സ് 132, ജാതിക്ക 310, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 790, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 71,000, കുരുമുളക് അൺഗാർബിൾ 69,000, ഏലക്ക 2400 മുതൽ 2500 വരെ, വെളിച്ചെണ്ണ 36,800, കൊപ്ര 21,600, ചുക്ക് 22,500.